നമസ്തേ. കേരളത്തിലെ ഒരേയൊരു ബാലബലരാമ ക്ഷേത്രം തളിപ്പറമ്പിൽ കണ്ടെത്തിയിരിക്കുന്നു. തളിപ്പറമ്പിലെ അതിപുരാതനമായ ബാലബലരാമ ക്ഷേത്രം വർഷങ്ങളായി കാടുകയറി തകർന്നു കിടക്കുന്ന നിലയിലായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊള്ളയടിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇത് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം പീഠവും വിഗ്രഹവുമെല്ലാം ഇളകി കേടുപാടുകൾ സംഭവിച്ച നിലയിലായിരുന്നു കണ്ടെടുത്തത്. എന്നാൽ ഏത് കാലഘട്ടത്തിൽ ആരാണ് ഈ ക്ഷേത്രം കൊള്ളയടിച്ചതെന്നോ അല്ലെങ്കിൽ തകർത്തതെന്നോ എന്ന കാര്യത്തിലൊന്നും യാതൊരു വ്യക്തതയുമില്ല. ടിപ്പു സുൽത്താന്റെ കാലത്ത് തകർത്തതാണ് എന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട്. കൊള്ളയടിക്കപ്പെട്ട ക്ഷേത്രത്തിന് അശുദ്ധി ഉണ്ടാകുകയും അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രം കാലാന്തരത്തിൽ കാട് വളർന്ന് തകർന്ന് വീണതാകാനും സാധ്യതകളുണ്ട്. കാരണം ഈ ക്ഷേത്രത്തിന് വലതുഭാഗത്ത് 200 മീറ്റർ മാറിയാണ് മഴൂർ ധർമ്മീകുളങ്ങര ബലഭദ്രസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അനിഷ്ട സംഭവങ്ങൾ നടന്ന ക്ഷേത്രത്തെ ഉപേക്ഷിച്ച് തൊട്ടടുത്ത് മറ്റൊരു ക്ഷേത്രം പണി കഴിപ്പിച്ചതാകാം. പാലക്കാട് തെങ്കുറിശ്ശിയിൽ ഇതുപോലെ അനിഷ്ടകാര്യങ്ങൾ നടന്ന, അതായത് പടയോട്ടത്തിൽ കൊള്ളയടിക്കപ്പെട്ട പീഠത്തെ തകർത്ത ഒരു ശിവക്ഷേത്രത്തെ ഉപേക്ഷിച്ച് അക്കരെ മറ്റൊരു ശിവക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ധർമ്മീകുളങ്ങര ബലഭദ്രസ്വാമി ക്ഷേത്രത്തിന് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധമുണ്ട്. ഇത് പകരം നിർമ്മിച്ച ക്ഷേത്രമാണ് എങ്കിൽ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് തീർച്ചയായും തൃച്ചംബരം ക്ഷേത്രവുമായി ബന്ധം കാണും. തൃച്ചംബരത്തെ ഉണ്ണിക്കണ്ണനും ഇവിടെ ബാലബലരാമനുമാണ് പ്രതിഷ്ഠ. കുറുമാത്തൂർ ഇല്ലത്തിന്റെ ഊരായ്മയിൽ മേൽതൃക്കോവിൽ ക്ഷേത്രം എന്ന പേരിൽ പാർത്ഥസാരഥി ഭഗവാൻ ആയാണ് ഇത്രയും നാളും അവിടെ ആരാധിക്കപ്പെട്ടിരിക്കുന്നത്. കാടുകയറി മരങ്ങളെല്ലാം വളർന്ന് പന്തലിച്ചു നിന്ന മേൽതൃക്കോവിൽ ക്ഷേത്രത്തെ നാട്ടുകാർ സംഘടിച്ചാണ് കാട് വെട്ടിത്തെളിച്ച് ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുന്നത്. ശ്രീകോവിലിലെ പ്രതിഷ്ഠ പാർത്ഥസാരഥി അല്ല, ബാലബലരാമനാണെന്ന് ബ്രഹ്മശ്രീ കപാലി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടത്തിയ പ്രശ്നചിന്തയിൽ തെളിയുകയായിരുന്നു. വിഗ്രഹത്തിന്റെ ഇടതുകാതിൽ മകരകുണ്ഡലവും വലതുകാതിൽ പത്രകുണ്ഡലവുമാണ്. ഇത് ബലരാമസ്വാമിയുടെ ഭൂഷണങ്ങളിൽ ഉള്ളതാണ്. ഭാഗവതത്തിലും മറ്റും ഏകകുണ്ഡലം എന്ന് പരാമർശമുണ്ട്. വേഴപ്പറമ്പ് നമ്പൂതിരിയും പുടയൂരും എല്ലാം ഇത് ശരിവെക്കുന്നുമുണ്ട്. വലതു കൈയിൽ ലലൂകം എന്ന ആയുധമാണ്. പാരമ്പര്യ ക്ഷേത്രശില്പിമാരും വിഗ്രഹം ബലരാമൻ തന്നെ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം എടുത്തു പറയേണ്ടത് ചാലൂക്യ ശൈലിയിലുള്ള വിഗ്രഹമാണ് ഇത് എന്നതാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിഗ്രഹം മറ്റെവിടെയും ഉള്ളതായി അറിവില്ല. അതിനാൽ തന്നെ മഴൂർ ബാലബലരാമ ക്ഷേത്രം അത്യപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ്. ഒരു കാതിൽ വൈഷ്ണവകല വ്യക്തമാക്കുന്ന മകരകുണ്ഡലം, മറ്റേ കാതിൽ പത്രകുണ്ഡലവുമാണ്. ബലരാമന്റെ ഭൂഷണങ്ങളിലുള്ളതാണ് ഇത്. ആദിമ സംസ്കാരങ്ങളുടെ അവശേഷിപ്പുകളുള്ള ഗ്രാമീണ മേഖലകളിൽ പഴമക്കാർ ആചാരമാണ് പത്രകുണ്ഡലം. പനയോല ചുരുളാക്കി ചെവിയിൽ കുണ്ഡലമാക്കി അണിയുന്ന പഴമക്കാർ അപൂർവമായി ഇന്നുമുണ്ട്. അക്കാര്യം വേഴപ്പറമ്പ് നമ്പൂതിരി പരിശോധിച്ച് സ്ഥിരീകരിച്ചതുമാണ്. വിഗ്രഹത്തിന്റെ കാലപ്പഴക്കം നിർണയിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും പഴയ വിഗ്രഹമാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇതേ ശൈലിയിലുള്ള മറ്റൊരു വിഗ്രഹം കേരളത്തിൽ ഇല്ലതാനും. ഒരേയൊരു ബലരാമ വിഗ്രഹവും എല്ലാം കൊണ്ടും അത്യപൂർവവുമാണ് നമ്മുടെ മഴൂർ ക്ഷേത്രം. പ്രധാന ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി ബാലബലരാമനും തെക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായി വനശാസ്താവും കൂടാതെ സാന്നിധ്യമായി ഭഗവതിയും ഗണപതിയും തെക്ക് ഭാഗത്ത് കുന്നിൻ ചെരുവിൽ ധ്യാന നിമഗ്നനായ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യവും ഉണ്ട് എന്ന് കപാലി നമ്പൂതിരിയുടെ സ്വർണ്ണ പ്രശ്നത്തിൽ കണ്ടു. ദേവവിഗ്രഹത്തിന് ഒട്ടും തന്നെ ചൈതന്യ ലോപം ഉണ്ടായിട്ടില്ല എന്നും അവിടുത്തെ തന്നെ ക്ഷേത്രം പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തണം എന്നുമാണ് വിധി. പ്രശ്നത്തിൽ കണ്ട പോലെ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തെ കുന്നിൻ ചെരുവിലെ കാട് വെട്ടിത്തെളിച്ചപ്പോഴാണ് ഇരട്ട തുരങ്കങ്ങൾ കാണപ്പെട്ടത്. നൂറ്റാണ്ടുകളായി നിത്യപൂജയില്ലാതെ തകർന്നു കിടന്ന ആ ക്ഷേത്രത്തെ പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. അതിനായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോകുകയാണ് ഇപ്പോൾ അവർ. കണ്ണൂർ ജില്ല തളിപ്പറമ്പിൽ പന്നിയൂർ വില്ലേജിൽ മഴൂർ എന്ന ഗ്രാമത്തിൽ കേരളത്തിലെ ഒരേ ഒരു ബാലബലരാമ ക്ഷേത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി തകർന്നു കിടക്കുകയായിരുന്ന ക്ഷേത്രത്തെ ഇത്രയും നാളും പാർത്ഥസാരഥിയാണെന്ന് കരുതിയാണ് ജനങ്ങൾ അവിടെ വിളക്ക് വെച്ച് പോന്നിരുന്നത്. 2019 ബ്രഹ്മശ്രീ കപാലി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വർണ്ണ പ്രശ്നത്തിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പാർത്ഥസാരഥിയല്ല ബാലബലരാമനാണെന്ന് തെളിഞ്ഞു. വിഗ്രഹത്തിന് ചൈതന്യലോപം ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ല.
എത്രയും പെട്ടെന്ന് ക്ഷേത്രം പുനർനിർമ്മിച്ച് അവിടെ പ്രതിഷ്ഠ നടത്തണമെന്നാണ് പ്രശ്നത്തിൽ കണ്ടത്. പ്രശസ്ത വാസ്തുവിദഗ്ധനായ വേലപ്പറമ്പ് തിരുമേനിയും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ തന്ത്രി പൊടിയൂർ ജയനാരായണനുമെല്ലാം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ബാലബലരാമനാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി എല്ലാ ഭക്തജനങ്ങളും, കേരളത്തിലെ അകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണം. ഹൈന്ദവ സംഘടനകൾ സഹകരിക്കണം. കാരണം കേരളത്തിലെ ഒരേ ഒരു ബാലബലരാമ ക്ഷേത്രമാണ്. ആ ക്ഷേത്രം അവിടെ ഉയരേണ്ടതുണ്ട്. താൽക്കാലികമായി ദേവവിഗ്രഹങ്ങൾ ബാലാലയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശ്രീകോവിൽ, നമസ്കാര മണ്ഡപം, ചുറ്റമ്പലം, മണിക്കിണർ എന്നു തുടങ്ങി എല്ലാം തന്നെ പുനർനിർമ്മിക്കണം. വിഗ്രഹം, പീഠം എന്നിവയുടെ കേടുപാടുകൾ തീർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര അവശിഷ്ടങ്ങൾ കിടക്കുന്ന ഭാഗമൊക്കെ 30 സെന്റ് ഭൂമി മേൽതൃക്കോവിൽ ദേവസ്വം എന്ന രേഖയുണ്ട്. ബാക്കി ക്ഷേത്രഭൂമിയെല്ലാം പലരും കയ്യേറിയിരിക്കുകയാണ്. ഗുഹ കണ്ടത് സ്വകാര്യ വ്യക്തി കൈവശം വച്ചിരിക്കുന്ന ഭൂമിയിലാണ്. അതുപോലെ കിണറും കുളവും എല്ലാം സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലാണുള്ളത്. ഇതെല്ലാം ക്ഷേത്രത്തിലേക്ക് വന്നു ചേരേണ്ടത് തന്നെയാണ്. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പറമ്പുകളിൽ കിളയ്ക്കുമ്പോൾ ക്ഷേത്ര അവശിഷ്ടങ്ങൾ, പൊട്ടിയ വിഗ്രഹ കഷ്ണങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ക്ഷേത്രത്തിലേക്ക് വഴിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രദേശത്തെ യുവാക്കളെല്ലാം ചേർന്ന ക്ഷേത്രത്തിലേക്ക് വഴിയൊക്കെ വെട്ടിത്തെളിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അത്യപൂർവ ക്ഷേത്രം എന്തായാലും നമുക്ക് പുനർനിർമ്മിച്ചേ മതിയാകൂ. അതിനെ കാലഹരണപ്പെടുത്തി കളയാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അതിനാൽ ക്ഷേത്ര പുനരുദ്ധാരണം നടത്തുന്നതിനായി എല്ലാ ഭക്തജനങ്ങളും അല്ലെങ്കിൽ സ്വകാര്യ ട്രസ്റ്റുകളും ഹൈന്ദവ സംഘടനകളും ഹിന്ദുക്കളും എല്ലാം മറ്റ് ദേവസ്വം ബോർഡുകളും പ്രവാസികളുടെയും ഒക്കെ എല്ലാവരുടെയും ഒരു സഹകരണം നമുക്ക് ഇതിന് കൂടിയേ തീരൂ. അതിനാൽ ഈ ഒരു പുണ്യകർമ്മത്തിൽ പങ്കാളിയായി ഈ ഒരു പുരാതന ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ എല്ലാ ഹിന്ദുക്കളും പങ്കാളികളാകുക. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ സ്ക്രീനിൽ നമ്മൾ അക്കൗണ്ട് നമ്പറും കൊടുക്കുന്നുണ്ട്.